ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഡസ്റ്റ് ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസിൽ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ കട്ട് ചെയ്തെടുത്ത പീസിൽ കുറച്ച് പശ തേച്ചിട്ട് ഒരു ഗ്രീൻ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുക. ഇനി ആ സ്റ്റെമ്മിന്റെ പോർഷനിൽ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ചുറ്റി കൊടുക്കാം. എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഒരു വൈറ്റ് കളർ ത്രെഡ് എടുക്കുക, അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഞാൻ ഈ ഒരു ത്രെഡിൽ പശ തേച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ ചുറ്റി കൊടുക്കുന്നത്, അതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി ആ ത്രെഡിന്റെ മുകളിൽ തെർമോകോൾ ബോൾസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. തെർമോകോൾ ബോൾസ് ഇല്ലെങ്കിൽ വൈറ്റ് കളറിൽ മുത്തൊട്ടിച്ച് കൊടുത്താലും മതി. ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാനൊരു ലേസ് എടുത്തിട്ട് അതും കൂടെ ആ ബോട്ടം പോർഷനിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ഇതിനൊരു സ്റ്റാൻഡും കൂടെ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സർക്കിൾ ഷേപ്പിലുള്ളതും 1 നീളത്തിലുള്ളതുമാണ് എടുത്തേക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലത്തെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള പീസ് കിട്ടണമെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡിന്റെ മുകളിലത്തെ പോർഷൻ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ഇതുപോലത്തെ പീസ് കിട്ടും. ഇനി ഒരു സർക്കിൾ പീസിൽ പശ തേച്ചിട്ട് ആ നീളത്തിലുള്ള പോർഷൻ അതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേ പീസ് അതിന്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡി. ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീ എടുത്ത് ഇതിന്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീ കുറച്ചും കൂടെ ഒന്ന് ക്യൂട്ടാക്കാനായിട്ട് നമ്മളൊരു ബോയും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കി ചെയ്താൽ മതി. ഇനി ആ ബോയും കൂടെ ആ ഒരു സ്റ്റാൻഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ കംപ്ലീറ്റ് ആവും. ഇങ്ങനെ കുറേ എണ്ണം പല വലിപ്പത്തിൽ ഉണ്ടാക്കി നിങ്ങൾ ഡെസ്കിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്.